ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുവും നെവിനും തമ്മിലുള്ളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിപ്പോൾ ലൈവിൽ കഴിഞ്ഞു. അപ്പം ഇത് കണ്ടിട്ട് നെവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ആൾക്കാരെയും ഈ നെവിനെയും ഉൾപ്പെടെ എന്താണ് വിളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് യൂട്യൂബിൻ്റെതായിട്ടുള്ള കുറച്ച് പോളിസിയും കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പം ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. അല്ലാതെ ചുമ്മാ വന്നിരുന്ന് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ പി ആർ എന്തെങ്കിലും ആരെങ്കിലും ഒരു വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ഉടനെ പി ആർ എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ലൈവ് ചെന്ന് കാണും. ലൈവ് ചെന്ന് കണ്ടിട്ട് ആ ലൈവിൽ നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ആരെ ഭാഗത്താണ് ന്യായം, ആരെ ഭാഗത്താണ് ഈ പറഞ്ഞിട്ടുള്ള തെറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കും. ഇപ്പോൾ ലൈവിൽ നടന്നിട്ടുള്ള ഈ ഒരു നെവിനും അനുവും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടല്ലോ, പുതപ്പിനകത്ത് വെള്ളം കോരി ഒഴിക്കുന്നത്, അത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അനുവിൻ്റെ അടുത്ത് എനിക്ക് ഒരു സഹതാപം തോന്നിപ്പോയി. വേറൊന്നുമല്ല കേട്ടോ, പുള്ളിക്കാരിക്ക് വയ്യായിരുന്നു. ഈ ഒരു ടാസ്ക് എല്ലാം കഴിഞ്ഞിട്ട് ഇവർ ക്ഷീണിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും അവിടെ എവിടെയും പോയിരിക്കുന്നുണ്ട്. അക്ബർ പോയി കിടക്കുന്നുണ്ട്, അതുപോലെ ഷാനവാസ് പോയി കിടക്കുന്നുണ്ട്, സാബുമാൻ പോയി കിടക്കുന്നുണ്ട്. അവിടെ കിടക്കാത്തതായിട്ട് ആരുമില്ല, എല്ലാവരും അവിടെ എവിടെയും പോയി കിടക്കുന്നുണ്ട്. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും അവിടെ എവിടെയും പോയി കിടക്കുന്നുണ്ട്. അനുവും അവിടെ എവിടെയും പോയി കിടക്കുന്നുണ്ട്. അനുവിൻ്റെ ബെഡിനകത്ത്, അവിടെ എവിടെ അല്ല, അനുവിൻ്റെ ബെഡിനകത്ത് പോയി കിടക്കുന്നുണ്ട്. അപ്പം ഷാനവാസ്, സാബുമാൻ, അതുപോലെ അനുവിൻ്റെ ബെഡിൽ അനു. അപ്പോൾ ഇവരിരുന്നിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെ പറ്റിയിട്ട്. അപ്പോൾ കുറേ നേരമായിട്ട് ഷാനവാസും അനുവും തമ്മിലാണ് സംസാരിക്കുന്നത്. ഇപ്പം പുറത്ത് കിടക്കുന്ന കാര്യങ്ങൾ, പുറത്ത് വോട്ടിങ്ങിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. ഹോട്ട്സ്റ്റാറിൽ എത്ര വോട്ട് ചെയ്യാന്നൊക്കെ, ഒരാൾക്ക് എത്ര വോട്ട് ചെയ്യാന്നൊക്കെ ഷാനവാസ് അനുവിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എനിക്ക് തോന്നുന്നു അത് ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസ് ഈ ഒരു ഷോ കണ്ടിട്ടില്ല, ഇതിനെ പറ്റിയിട്ട് പുള്ളിക്ക് ഒരു ധാരണയില്ല. പുള്ളി ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ മുമ്പിലും പറഞ്ഞിട്ടുണ്ട്. അത് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അനുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കാരണം ഇത് ഹോട്ട്സ്റ്റാറിൽ ഇത് എങ്ങനെ വോട്ട് ചെയ്യുന്നത്, എത്ര വോട്ട് ഒരാൾക്ക് ചെയ്യാം, അപ്പോൾ ഒരു ഐ ഡിയിൽ നിന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഡൗട്ടുകൾ പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ കണ്ടിട്ടേ ഇല്ലാതെ കയറി വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് പുള്ളി സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഷാനവാസിൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയിട്ട് പുള്ളി അവിടെ ഒരു പച്ചയായിട്ടുള്ള ഒരു മനുഷ്യനെയാണ് ഞാൻ കാണുന്നത്. പുള്ളി അവിടെ ഒരു ഈ പറഞ്ഞിട്ടുള്ള ഒരു ഡ്രാമയും പുള്ളി കാണിക്കുന്നില്ല. പുള്ളി നെഗറ്റീവ് ആണോ ഇനി പോസിറ്റീവ് ആണോ എന്തുവാണെങ്കിലും, എന്ത് കുന്തമാണെങ്കിലും ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദിക്കുന്നുണ്ട്. കാണിക്കേണ്ട ഇമോഷൻസ് കറക്റ്റ് സമയങ്ങളിൽ പുള്ളി കാണിക്കുന്നുണ്ട്. എനിക്ക് പുള്ളിയുടെ ഭാഗത്തുനിന്ന് മനസ്സിലായ ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അനുവും ഷാനവാസും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സാബുവാൻ വരുന്നു, സാബുവാൻ കയറി കിടക്കുന്നു, സാബുവാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം അക്ബർ കിടക്കുന്നുണ്ട്, അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള നെവിനും പോയി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കിടക്കുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ആര്യനും ഈ നെവിനും കൂടെ, ആര്യനാണ് ഇത് ഇളക്കി കൊടുക്കുന്നത്, ആര്യൻ. അപ്പം ഇവർ പ്ലാൻ ചെയ്തിട്ട് ഇതൊരു വിഷയമാക്കണം. അവിടെ അനു കിടക്കുന്ന കണ്ടിട്ട് ഇവർക്ക് സഹിക്കുന്നില്ല. അങ്ങനെ ഈ ആര്യനും അതുപോലെ നെവിനും തമ്മിൽ തോളി കൈയിട്ട് വന്നിട്ട് അനുവിൻ്റെ അടുത്ത് വന്നിട്ട് ആരും പറയുന്നുണ്ട്, ഇവിടെ ആരും കിടന്നുറങ്ങി സുഖിക്കാൻ വേണ്ടി വന്നതല്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇളക്കി വിട്ട് അങ്ങനെയാണ് നെവിൻ പറയുന്നത്, ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് ഒഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഒഴിക്കും, നീ എണ്ണിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അപ്പം അനു പറയുന്നുണ്ട്, നീ ആരാ, നീ പറയുന്നത് കേൾക്കാൻ ഞാൻ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കേട്ടോ, നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട് അനു. കിടിലൻ റിപ്ലൈ ആണ്. കാരണം ഇവിടെ ഒരു കാര്യവും ഇല്ലാതെയാണ് ഇപ്പം വന്ന് ചൊറിയുന്നത് ഈ അനുവിൻ്റെ അടുത്ത്. അപ്പം അവിടെ എല്ലാവരും കിടക്കുന്നുണ്ട്. അങ്ങനെ ഷാനവാസ് കിടക്കുന്നുണ്ട്, സാമുവാൻ കിടക്കുന്നുണ്ട്, അതുപോലെ അവിടെ എല്ലാം അക്ബർ കിടക്കുന്നുണ്ട്. അപ്പൊ ഓരോ ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ കിടക്കുന്നതിനൊന്നും പ്രശ്നമില്ല, ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങുമല്ല. അങ്ങനെ ഇവൻ വന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഈ അനുവിൻ്റെ മുഖത്ത് വെള്ളം എടുത്ത് ഒഴിക്കുമെന്ന് പറഞ്ഞിട്ട് എണ്ണിച്ചിരിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അനു പറയുന്നത്, നീ പോടാ, നിന്റെ പണി നോക്കി നീ പോകാൻ പറയുന്നുണ്ട്. ഒരു കുട്ടി നിക്കർ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കുവാണെന്നൊക്കെ പറഞ്ഞിട്ട് അനു അങ്ങനെ സംസാരിക്കുന്നുണ്ട്. കുട്ടി നിക്കർ ഇട്ടുകൊണ്ട് വന്നേക്കുക, പോയി പണി നോക്കാൻ പറയുമ്പോൾ തരത്തി പോയി കളിക്കാൻ പറഞ്ഞിട്ട് അനു അവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഈ കുട്ടി നിക്കറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈ അളിയന് കയറിയും കൊണ്ട്, അപ്പം അളിയൻ പറയും, ഇതെന്തോ നീ കുട്ടി നിക്കർ എന്ന് പറയുന്ന വസ്ത്രദാനത്തെ പറ്റിയിട്ടെന്തോ സംസാരിക്കുന്ന, അങ്ങനെ മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ ചെന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ആദ്യം കയ്യിൽ ഒരു കപ്പിനകത്ത് എടുത്തുകൊണ്ട് വന്നിട്ട് കുടയുന്നു. അപ്പോൾ അനുവിന് ദേഷ്യം വന്നിട്ട് ഒരുപാട് വട്ടം അനു പറഞ്ഞു, ഒഴിക്കല്ലെന്ന് പറഞ്ഞാണ്. ഇവൻ ഒഴിക്കുന്നു, വെള്ളം കുടയുന്നു. അനു ചാടി എണ്ണീച്ചിട്ട് അവനെ പിടിച്ചു മാറ്റാനെ കൊണ്ട് പോകുന്നു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും കൂടെ തമ്മിൽ സംസാരം ആവുന്നു. എഴുന്നേറ്റ് ഈ പറഞ്ഞിട്ടുള്ള അനുവിൻ്റെ കുപ്പിയിരിക്കുന്ന നെവിൻ ഒഴിച്ചു കഴിഞ്ഞിട്ടാണ്, വെള്ളം മുഖത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ടാണ് അനുവിൻ്റെ കുപ്പിയിരിക്കുന്ന കുടിക്കുന്ന വെള്ളത്തിൽ നിന്ന് ഈ നെവിൻ്റെ പുറവിൽ
കൊണ്ടുപോയി മുടിയിൽ ഇച്ചിരി എടുത്തൊഴിക്കുന്നു. അത് ഒഴിച്ചതും ഇവനിക്ക് നെവിന് സോക്കേട് കൂടിയിട്ടുണ്ടല്ലോ, അടുക്കളയിൽ പോയി വെള്ളം എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വെള്ളം എടുത്തു കൊടുക്കുന്നത് ആരിനാണ്? ഒരു ബക്കറ്റ് വെള്ളം, ഒരു മൊന്ത പോലത്തെ വലിയൊരു പാത്രത്തിനകത്ത് നിറച്ച് വെള്ളം എടുത്തു കൊടുക്കുന്നു. ഇവൻ ഓടി വന്നിട്ടുണ്ടല്ലോ, ആ വെള്ളം കൊണ്ടുവന്നിട്ട് നെവിൻ കൊണ്ടുവന്നിട്ട് അനു കിടക്കുന്ന ആ ബെഡിനകത്തോട്ട് എടുത്തൊരു ഒഴിയാണ്. ബെഡ് മൊത്തം നനഞ്ഞു. അപ്പം അനു അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, കാരണം എനിക്ക് പീരീഡ്സ് ആയിട്ടാണ് ഞാനിവിടെ വയ്യാതെ കടന്നതെന്ന്. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നി കേട്ടോ. കാരണം ഒരാളെ ഇമോഷൻസിനെ വെച്ചിട്ടാണ് ഈ നെവിൻ കളിക്കുന്നത്. ഒരു വയ്യാതെ കടന്ന് ഒരു പെങ്കൊച്ചിൻ്റെ അടുത്താണ് ഇത്രയും ദ്രോഹം ഇവൻ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം എന്തോ ഒരു ക്രൂവലായിട്ടുള്ളൊരു മൈൻഡാണ് ഈ നെവിൻ്റെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം തോന്നിയെന്നറിയാമോ? ഇത് റിയാസ് റോബിനെ പുറമേ നടന്ന് പ്രൊവോക്ക് ചെയ്ത് ഔട്ട് ചെയ്ത് കളഞ്ഞല്ലോ, പുറത്താക്കി കളഞ്ഞല്ലോ, ഫിസിക്കൽ അസാൾട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഇന്ന് ഇവൻ്റെ വായിന്നൊരു ഡയലോഗ് വീണു. കാരണം അനു ഇവനെ പിടിക്കുന്ന വഴിക്ക്, ഈ വെള്ളം കൊണ്ട് വന്നല്ലോ, ആ സമയത്ത് അനു പിടിക്കുന്ന വഴിക്ക് ഇവൻ പറയുന്നുണ്ട്, എന്നെ ഫിസിക്കൽ അസാൾട്ട് ചെയ്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഇവൻ അത് ആ ഒരു രീതിയിൽ ഫ്ലോയിൽ എടുത്ത് കളയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റോബിനെ പുറത്താക്കിയതുപോലെ റിയാസ് പറഞ്ഞു കൊടുത്തൊരു കാഞ്ഞ ബുദ്ധിയാണെന്നാണ് തോന്നുന്നത്. കാരണം റിയാസ് ഗസ്റ്റായിട്ട് വന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സപ്പോർട്ടും പ്രേക്ഷക പിന്തുണയുള്ള ആൾക്കാരെ ആരൊക്കെയാണെന്ന് ബിഗ് ബോസ് വീട്ടിൻ്റെ അകത്തുള്ളതെന്നെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നാണ് നെവിന് അനുവിനോടൊരു പേഴ്സണൽ ഗ്രഡ്ജ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ. അപ്പം അത് വെച്ചിട്ട് അന്ന് റോബിനെ റിയാസ് പുറത്താക്കിയതുപോലെ അനുവിനെ ഫിസിക്കൽ പ്രൊവോക്ക് ചെയ്ത് കൂടെ നടന്ന് മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്ത് ഈ പറഞ്ഞിട്ടുള്ള ഫിസിക്കൽ അസാൾട്ട് ചെയ്യിപ്പിക്കാനുള്ള പരിപാടിയാണ് ഇവൻ നോക്കുന്നതെന്ന് എനിക്കിന്നും മനസ്സിലായി. സത്യം പറഞ്ഞ കേട്ടല്ലോ, ആ അനു അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പീരീഡ്സ് ആയിട്ടാണ് ഞാൻ ഇവിടെ വയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഇവിടെ വന്ന് കിടക്കുന്നതും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സങ്കടം തോന്നിപ്പോയി കേട്ടോ. ഇവൻ കാണിച്ച എന്തുമാത്രം ഈ തെണ്ടിത്തരമെന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ഗെയിമാണ്, ശരി തന്നെയാണ്, പക്ഷേ എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയാണ് ഇപ്പം ഈ നെവിൻ ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. എന്ത് ചെയ്താലും ആരും ഒന്നും ചോദിക്കത്തില്ലെന്നൊരു ധൈര്യം ഉണ്ടല്ലോ, ആ ഒരു ധൈര്യമാണ് നെവിൻ ഇപ്പോൾ ഉള്ളത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡിൽ കൊണ്ട് ചോദിച്ച് നല്ല രീതിയിൽ ഇവനിക്കൊരു ഇത് തന്നെ കൊടുക്കണം. അതാണ് വേണ്ടുന്നത്. എന്നാലേ ഈ നെവിൻ അടങ്ങും. പക്ഷേ ഇനി അടങ്ങിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ 2 ആഴ്ചയും കൂടെ ഉണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഫിനാലെ അടക്കം. ഇതൊക്കെ മുമ്പേ കൊടുക്കണമായിരുന്നു. അതാണ് വേണ്ടുന്നത്. അപ്പം ഇത്രയും ഒരു വയ്യാതെ കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോലും ഒരാളെ ഒന്ന് കിടക്കാൻ, അവിടെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നിട്ട് ഇവൻ മെഴുകുവാണ്. ബാക്കിയുള്ള ആൾക്കാരെല്ലാം ചോദിച്ച സമയത്ത് അക്ബറും ആരിനും ഇവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം. അപ്പം ഇവിടുത്തെ കാര്യം സംസാരിച്ചപ്പോഴത്തേക്ക് അക്ബർ ഏതോ നൂറ്റാണ്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത്, ആദിലെയും എൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സംസാരിക്കുന്നത്. ഇവിടെ അനുവിൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിന്നത് ഷാനവാസ് നിന്നു, അതുപോലെ അനീഷ് നിന്നു. വേറെ ഒരു വാഴകളും അവിടെ ഒന്നും സംസാരിച്ചില്ല. നൂറ എന്തെങ്കിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, മോശമായിപ്പോയി, വെള്ളം ഒഴിച്ചത് മോശമായിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ആര്യനും അക്ബറും നെവിൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇവിടെ അക്ബറിൻ്റെ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദില എന്നാണ് അക്ബറിൻ്റെ ന്യായം. ഒന്ന് നോക്കിക്കേ, അക്ബറിൻ്റെ ചിന്താഗതി ഒന്ന് നോക്കിക്കേ. ഏതോ കാലത്തെങ്ങാണ്ട് ആദില വെള്ളം എടുത്തൊഴിച്ചതിനാണ്. ഇവിടെ 2 വ്യക്തികളാണ്, 2 സിറ്റുവേഷനാണ്. ഇവിടെ അനു പറയുന്നുണ്ട്, ഇവിടെ നെവിനൊരു കള്ളനും കൂടെ ആണ് എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നെവിൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അനു ഉറങ്ങിയോണ്ടാണ് ഒഴിച്ചിരുന്നത്. അപ്പോൾ ഷാനവാസ് അവിടെ തർക്കിക്കുന്നുണ്ട്, അനു ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, ഉറങ്ങാതിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ആളെ മുഖത്ത് എന്തിന് വെള്ളം ഒഴിച്ചു എന്നാണ് ഷാനവാസ് ചോദിക്കുന്നത്. അപ്പം നെവിൻ പറയുകയാണ് അനു ഉറങ്ങിയെന്ന്. അപ്പം അനു പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതാണ്, ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇവിടെ അക്ബർ ഉറങ്ങിയോണ്ടായിരിക്കാം അതിലെ വെള്ളം എടുത്ത് ഒഴിച്ചത്. പക്ഷെ ഇവിടെ അനു ഉറങ്ങാതിരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എന്തായാലും ലൈവിനകത്ത് ഈ നെവിൻ്റെ ചീപ്പ് ഷോ എന്ന് വേണമെങ്കിൽ പറയാം. ഇവൻ എന്തോ വലിയ സംഭവമായിട്ടാണ് ഈ ഒരു പരിപാടികളൊക്കെ, ഈ ഒരു എൻ്റർടൈനിങ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഇതിന് ഞാൻ പറഞ്ഞല്ലോ, യൂട്യൂബിൻ്റേതായിട്ടുള്ള കുറച്ച് ഗൈഡൻസ് ഉള്ളതുകൊണ്ട് നമ്മളൊന്നും പറയുന്നില്ല. ലൈവ് കണ്ട ആൾക്കാർക്കറിയാം അത്രത്തോളം വെറുപ്പീരായിരുന്നു നെവിൻ്റെ ഈ പട്ടി ഷോ എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. കാരണം ഒരു വയ്യാതെ കിടന്ന ഒരാളോട് അതെല്ലാം അങ്ങനെ ഒരു വൃത്തികെട്ട പരിപാടി ചെയ്തിട്ട്, എന്നിട്ട് മറ്റുള്ള ഈ പറഞ്ഞുള്ള ഷാനവാസും അതുപോലെ അനീഷ്
നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അനീഷ് സംസാരിക്കുന്നുണ്ടായിരുന്നു, ഷാനവാസ് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ലാസ്റ്റ് ഈ നെവിൻ അനീഷിന്റെ വായടപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇത് ഞാനും അനുവും തമ്മിലുള്ള ഒരു വിഷയമാണ്. എന്നിട്ട് ഇവന് ഈ നെവിൻ ഉണ്ടല്ലോ, അന്ന് ഈ ജിസേലും ആരിന്റെയും തമ്മിലുള്ള ഒരു വിഷയം അതൊക്കെ എടുത്തങ്ങ് ഇടുവാണ്. നീ അങ്ങനെ ആണ്, നീ സ്ത്രീകൾക്ക് തന്നെ ഒരു അപമാനമാണ്, മറ്റേതാണ് മറിച്ചയാണ്, ഒരു പെണ്ണും ഒരാണും ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ണിലൂടെ കാണുന്ന ഒരു സ്ത്രീയാണ് നീ, അങ്ങനെയാണെങ്കിൽ നീയും ശൈത്യം ഒരുമിച്ച് കടന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ് കുറേ ഇതങ്ങ് ഇറക്കുവാണ്. രാമുവിന്റെ ബിഗ് ബോസ് ഓൾറെഡി ക്ലോസ് ചെയ്തൊരു ചാപ്റ്റർ വരെ ഇവൻ വീണ്ടും കുത്തി തുറക്കുവാണ് ഈ നെവിൻ. അപ്പോൾ നോക്കിക്കോണം ഇത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് റിയാസ് അന്ന് റൂബിനെ പുറത്താക്കിയതുപോലെയുള്ള പരിപാടിക്കാണ് ഈ നെവിനും ഇറങ്ങി തിരിച്ചേക്കുന്നത്. അല്ലാതെ വേറൊന്നുമല്ല, പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടും ഈ പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷക പിന്തുണ കൂടുതൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻസിനെ ഈ പറഞ്ഞിട്ടുള്ള പ്രൊവോക്ക് ചെയ്ത് ഫിസിക്കൽ അസാൾട്ട് ചെയ്യിപ്പിച്ച് എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോട് മാത്രമാണ് കേട്ടോ. ഈ ഒരു ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ അനുവിൻ്റെ അടുത്ത് കുറച്ച് എനിക്ക് ഇഷ്ടം കൂടുതൽ തോന്നിപ്പോയി. കാരണം അത്രയ്ക്ക് ഒരു ഇതാണ് പുള്ളിക്കാരിക്ക്. ഈ പറഞ്ഞ പോലെ പീരീഡ്സ് ആയിട്ട് കിടക്കുന്ന ഒരു ടൈമാണെന്ന് ആലോചിച്ച് നോക്കി. വേറെ ആരുടെടുത്തെങ്കിലും ഇവൻ ഇങ്ങനെ ചെയ്യുമോ? ഇല്ല. അപ്പൊ അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ അനുവിനെ വിടത്തില്ല, ഞാൻ അനുവിന്റെ കൂടെ തന്നെ ഉണ്ട്, ഞാൻ അനുവിന്റെ അടുത്ത് മാത്രമേ ഇങ്ങനെ ചെയ്യൂ എന്ന് തന്നെ ഇവൻ പലപ്പോഴും പറയുന്നുണ്ട്. ഇന്ന് ടാസ്ക് കിടന്ന സമയത്തും പറയുന്നുണ്ട്, എനിക്ക് അനുവിനെ മാത്രം മതിയെന്ന്. അപ്പൊ അതിലൂടെ നമുക്ക് ഉറപ്പിക്കാം, പ്രൊവോക്ക് ചെയ്ത് ഫിസിക്കൽ അസാൾട്ട് ചെയ്യിപ്പിച്ച് പുറത്താക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് തന്നെ. പക്ഷെ അനു പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ അനു സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറയുന്നുണ്ട്. എനിക്കിവിടെ വയ്യ, കാരണം അത്രമാത്രം വേദനകൾ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ടെന്ന് പുള്ളിക്കാരി പറയുകയാണ്. ഞാൻ ഇവിടുന്ന് പോവാന്ന് പറയും. അത്രമാത്രം പുള്ളിക്കാരിക്ക് അതൊരു ഇതായിപ്പോയി. കാരണം വയ്യാതിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. എന്തായാലും കൊള്ളാം. അപ്പോൾ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക.